ഞാനൊന്ന് പുറത്തു വരട്ടെ, ഞാൻ വേഗം വരാം. പോയി വാടാ, അതിനെന്തിനീ പെർമിഷനൊക്കെ ചോദിക്കുന്നേ? അച്ഛനെ നോക്കാനായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, നീ പോയി വാ. താങ്ക്സ് മേമ. അപ്പു, യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ, റൈറ്റ്? നിനക്കെന്നോട് എന്തോ പറയാനുണ്ട്, പക്ഷെ പറയാൻ ചില ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്താണെങ്കിലും നീ എന്റെ അടുത്ത് പറഞ്ഞു. ഐ ക്യാൻ ഹെൽപ്പ് യു. എന്റെ മനസ്സിലുള്ള കാര്യം എന്തായാലും കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ബട്ട് അതിപ്പോ ഈ സിറ്റുവേഷൻ എന്തായാലും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മേമയുടെ എന്തായാലും ഞാനത് പറഞ്ഞിരിക്കും. എനിക്ക് മേമയുടെ ഹെൽപ്പ് വേണം. ശരി മേമ, ഞാൻ ഓൾറെഡി ലേറ്റ് ആയി. താങ്ക്സ്. പോയിട്ട് വരട്ടെ. ബൈ. അപ്പു, ടേക്ക് കെയർ. ഷുവർ മേമ, ബൈ. മൈ ഡിയർ അപ്പു, ഹെൽപ്പ് ചോദിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കിയതും ഈ ഭാർഗവിയ. ഇനി അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതും ഈ ഭാർഗവി. സീത, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ വരണ്ടെന്ന് ഞാൻ മെസ്സേജ് അയച്ചല്ലേ. നീ വീട്ടിൽ പോയി റെസ്റ്റ്, നീ ഹാൻഡിൽ ചെയ്തോളാം. ഇല്ല, അവരാരാണാവോ? നിന്നെ കണ്ട അവൻ തിരിച്ചു പോയാലോ, അതാ ഞാനും വന്നേ. അത് ശരിയാണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാം. അവൻ എന്തായാലും നിന്നോട് സംസാരിക്കുമല്ലോ, അപ്പം ഞാൻ അവനെ ക്യാച്ച് ചെയ്യാം. അവൻ ആരാണെങ്കിലും ഒന്ന് കൈ കിട്ടും. ഇവിടെ നിൽക്ക് കേട്ടോ. സ്റ്റേ സേഫ്. സീത മേഡം, നിന്റെ ചരിത്രങ്ങളെല്ലാം ഞാനിനി പുറത്തു കൊണ്ടുവരും. സമാധാനമായിട്ട് നീ അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങുകയാണല്ലേ? അത് നോക്ക് സീത, ഒന്ന് സംസാരിച്ചിട്ട് പോവാ. ഓയ് സീത, നീ ഇവിടെ എന്താ പരിപാടി? ഹായ് സീതേച്ചി. ഹായ് അഞ്ജലി. നിങ്ങൾ എന്താ ഇവിടെ? ആക്ച്വലി ഇവളെ അമ്മയ്ക്കൊന്ന് പരിചയപ്പെടുത്തണമായിരുന്നു. ഷോപ്പിങ്ങിന് വരാൻ പറഞ്ഞപ്പോ ക്ലിനിക്കിൽ ഭയങ്കര ബിസിയാണത്രേ ഡോക്ടർ, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. ഓ, അതെന്തായാലും നന്നായി. നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് ചെല്ല്, ഞാൻ ഇപ്പൊ ഒന്ന് വന്നേക്കാം.
അത് കുഴപ്പമില്ല ചേച്ചി. നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? അല്ല, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? വേണ്ട വേണ്ട, ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയാ കണ്ണി പെടാൻ ചാൻസ് ഉണ്ട്. റാം, ഹായ്. അഞ്ജു, നമ്മുടെ സീത മേഡം ഇല്ലേ, രാമേട്ടനെ കാത്തിരിക്കുക. ഹായ് പ്രിയ. ഹായ് അഞ്ജു. ആ റാമും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇവനെന്താ ഇവിടെ? ഈ സീത മൊത്തം ഫാമിലി ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോ ഈ റാമിന്റെ പ്രൊട്ടക്ഷൻ ഇവക്ക് എപ്പോഴും ഉണ്ടാവുമല്ലേ? ഛേ, എന്റെ പ്ലാൻ എല്ലാം തകർന്നു പോവാണല്ലോ. അത് ഞങ്ങളിവിടെ വേണ്ട ഏട്ടാ, ഒന്നും പറയണ്ട. അല്ല അതങ്ങനെയല്ല. ഇറ്റ്സ് ഓക്കെ, നീ ഒന്നും പറയണ്ട. നിങ്ങൾക്കിന്ന് പാർക്ക് ഡേറ്റ് ആണെന്ന് തോന്നുന്നു. വെറുതെ അതിനിടയ്ക്ക് ഞങ്ങൾ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. വി ആർ സോ സോറി. പ്ലീസ് കണ്ടിന്യൂ കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. ബൈ സീതേച്ചി. സോറി. ബൈ ഏട്ടത്തി. ബൈ ശ്രീരാമേട്ട. ബൈ. പാർക്ക് ഡേറ്റ് റാം, ആരും വന്നില്ലല്ലോ. ഇനി ആരും വരില്ലാന്ന് തോന്നുന്നു. വെറുതെ നമ്മളായിട്ട് ഇങ്ങനെ കളിപ്പിക്കാന്ന് തോന്നുന്നേ. സീത, ഡു വൺ തിങ്, ആ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യട്ടോ. അതാരാണ് എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ഇവനെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദം. പിന്നൊരു കാര്യം, മുത്തച്ഛൻ്റെ BP അധികമായി ഇപ്പോൾ റെസ്റ്റിലാണ് സീത. ഇതിപ്പോ നീ പ്രിയയോട് അഞ്ജുനോടോ എന്തായാലും പറയാൻ നിൽക്കണ്ട. കല്യാണത്തിനിടയ്ക്ക് അവർക്ക് കുറച്ച് ടെൻഷനാവും. ഇപ്പൊ അവർക്ക് എങ്ങനെയുണ്ട്? ഈ സമയത്ത് ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോ. ഹീസ് ഓക്കെ, നത്തിങ് ടു വറി. നിനക്കിഷ്ടമുള്ളവർക്ക് ഒന്നും സംഭവിക്കാൻ നീ സമ്മതിക്കില്ല. നീ കൂടെ ഉള്ളപ്പോ നിന്റെ മുത്തശ്ശനൊന്നും സംഭവിക്കില്ല. വേഗം ഭേദമായിക്കോളും. ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്ന അശോകിന്റെ കല്യാണത്തിനാവും. ഐ മിസ് യു ടിൽ ദെൻ. അശോകിന്റെ കല്യാണത്തിന് എന്ന് ഞാനും നീ നമ്മുടെ തീരുമാനം പറഞ്ഞേ പറ്റൂ. യു ആർ റെഡി, റൈറ്റ്? ഞാനും എന്റെ സീമോളും അന്നേക്ക് റെഡി ആയിരിക്കും. ഞാൻ പോട്ടെ. എന്താ സൂര്യ ഇത്? മുന്നിൽ നിന്ന് എൻ്റെ കല്യാണം നടത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളിങ്ങനെ കിടന്നാലോ ഞാൻ പിന്നെ എന്താ ചെയ്യാ? എനിക്കൊരു ഉഷാറും ഉണ്ടാവില്ല. നീ ആദ്യം റെഡിയാവ്. അതുവരെ എനിക്ക് കല്യാണം കച്ചേരിയൊന്നും വേണ്ട. ഏയ്, അങ്ങനെ വല്ലതും പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. നിന്റെ കല്യാണം നടന്നിരിക്കും. നമ്മൾ കണ്ടുവച്ച മുഹൂർത്തത്തിൽ മുത്തശ്ശ മുമ്പിൽ നിന്ന് അത് നടത്തിയിരിക്കും. അതുപോലെ പ്രിയ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നാ ശരിയല്ലേ മുത്തശ്ശ? എക്സാക്ട്ലി റൈറ്റ്. ആ അശോക, എന്തു പറഞ്ഞാലും ഞാനൊരു സ്വാർത്ഥനാണ്. ഇവന്റെ കാര്യത്തിൽ വളരെ സ്വാർത്ഥന. നിന്റെ കല്യാണം കഴിഞ്ഞാലടാ ഈ കുരങ്ങൻ കല്യാണം കഴിക്കൂ. ഇനി ഞാൻ കാത്തിരിക്കില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തി അതിനെ കൊണ്ട് ഇവനെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിലെ മരുമകളാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ. റാമിന് ചേരുന്നൊരു കുട്ടിയെ തന്നെ കിട്ടും. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. മുത്തശ്ശ, വെറുതെ ഇങ്ങനെ കല്യാണക്കാരൊക്കെ പറഞ്ഞ് സ്ട്രെസ് എടുക്കാതെ. കല്യാണത്തിനാള് ഹെൽത്തി ആയിട്ട് ഉണ്ടാവണ്ടേ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാതെ കേട്ടോ. ഓ സൂരി, കല്യാണത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫുൾ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് റെഡിയാകണം. പ്ലീസ് റെസ്റ്റ് എടുക്ക്. മണവാള വാ, മുത്തശ്ശൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, കെയർഫുൾ. എടാ,
എന്താടാ വല്ലാതിരിക്കുന്നേ? സൂര്യയെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? വല്ലാതെ ടെൻഷനാവുന്നടാ. ഇത്രയും കാലം ഇല്ലാത്ത പേടിതാ ഇപ്പൊ തുടങ്ങുവാടാ. സിഹിയെ കുറിച്ച് നമ്മൾ മുത്തശ്ശനോടൊന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശൻ അറിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ലടാ. മുത്തശ്ശന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷനിൽ എനിക്കിപ്പോ അതിനെക്കുറിച്ച് പറയാനുള്ള ധൈര്യമില്ല അശോക്. സത്യമായിട്ടും എനിക്കറിയില്ലടാ. ആദ്യം മുത്തശ്ശനൊന്ന് ഓക്കെ ആണോ? എടാ, നീ സീതയെ ഇഷ്ടപ്പെടുന്ന കാര്യം സൂര്യക്ക് അറിയാം. സൂര്യ ഇത് മനസ്സിലാക്കിക്കോളും. ഡോണ്ട് വറി. ഓപ്സോ. സീമോളെ, നാളെ അശോകിന്റെ കല്യാണത്തിന് ഇവിടെയുള്ള എല്ലാവരും നിന്നെ കാണും. മുത്തശ്ശനും കാണിച്ചു കൊടുക്കും. എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണോ അതുപോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടും. They will all love you. ഹലോ ഫ്രണ്ട്. ഹായ് സീകുട്ട, വാട്സാപ്പ്. ഒന്നുമില്ല ഫ്രണ്ട്. ഓ, സീതമ്മ അടുത്ത് സംസാരിക്കണായിരുന്നോ? പ്രിയോട് സീതമ്മ എന്തോ സംസാരിച്ചോണ്ടിരിക്ക. കൊടുക്കാവേ? നോ മോളെ, എനിക്കിപ്പോ നിന്നോട് സംസാരിക്കേണ്ട ബേബി. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനോ സീതയുടെയും രാമന്റെ ശില്പം നോക്കിക്കൊണ്ടിരിക്കുക. സീതാരാമ ശില്പോ? അതെ ഫ്രണ്ട്. രാമന്റെ ശില്പം ഇല്ലെങ്കിൽ സീതയുടെ ഫേസ് സാഡ് ആയിക്കൊണ്ടിരിക്കുക. സീതയുടെ ശില്പം ഇല്ലെങ്കിൽ രാമന്റെ ശില്പം ഒന്നിനും കൊള്ളില്ല ഫ്രണ്ട്. ആണോ? അങ്ങനെ വന്നാ നീ എന്താ ചെയ്യാ? ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചോണ്ടിരിക്കുക ഫ്രണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഫ്രണ്ട്. കുറെ ടൈമില്ലേ മോളെ, നീ പതുക്കെ ഇരുന്ന് ആലോചിച്ചാ മതി. ഓക്കെ അല്ലേ? അതുവരെ നിന്റെ രാമന്റെ ശില്പം കാത്തിരിക്കും. അതെ, നിനക്കിപ്പോ സീതമ്മയോട് സംസാരിക്കണോ? ഞാനിപ്പോ സീതമ്മയോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചെന്ന് നീ കരുതിയോ? അല്ലാട്ടോ, ഞാൻ എന്റെ സിഹി ബേബിയോട് സംസാരിക്കാൻ വേണ്ടിയാ കോൾ ചെയ്തേ. നിന്നോട് സംസാരിച്ചപ്പോ എല്ലാ ടെൻഷനും പോയി. അയ്യോ, നിനക്കും ടെൻഷനൊക്കെ ഉണ്ടോ? സികുട്ട, നീ ഇത്ര ചെറിയ പ്രായത്തിലൊന്നും ടെൻഷൻ അടിക്കാൻ പാടില്ല കേട്ടോ. നീ വേഗം പോയി കിടന്നോ. നാളെ അക്വസങ്ങളിലെ കല്യാണമല്ലേ? കല്യാണ വീട്ടിൽ മുഴുവൻ നിനക്ക് ഓടിച്ചാടി നടക്കണ്ടേ? ഫ്രണ്ട്. ശരി, എന്നാ നാളെ അവിടെ വെച്ച് കാണാട്ടോ. അവിടെ വെച്ച് മുത്തശ്ശനെ മീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ഫ്രണ്ട്. ഗുഡ് നൈറ്റ് പൊന്നെ. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് ദാ. ബൈ. ബൈ. പ്രിയ, എന്താ നീ ഉറങ്ങിയില്ലേ? എടി സീത, നാളെ എന്റെ കല്യാണം എന്നാലോചിക്കുമ്പോ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല. ഞാനൊരു ആന്റിയായി പോലെന്നോർത്ത് എനിക്ക് പേടിയാവുന്നു. നിനക്ക് ഉറക്കം വരുന്നില്ലേ? നാളെ നിന്റെ കല്യാണം അല്ലേ, അതാലോചിച്ചിട്ട് എനിക്കും എന്തോ ഉറക്കം വരുന്നില്ല. കണ്ടോ, നീ തന്നെ ഇത്രയും ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്റെ തലയ്ക്ക് എത്ര വട്ട് പിടിക്കുന്നുണ്ടാവുമെന്ന് നിനക്കറിയാമോ? പ്രിയ, ആ, നീ ഉറങ്ങിയില്ലേ മോളെ? എനിക്കും എന്തോ ഉറക്കം വരുന്നില്ല. ആക്ച്വലി പ്രോബ്ലം എനിക്ക് മാത്രമുള്ളോ അതോ എല്ലാരും ഇങ്ങനെ തന്നെയാണോന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. നാളെ കല്യാണമെന്ന് പറഞ്ഞ ഒരു കല്യാണ പെണ്ണിന് ഉറക്കമില്ലാത്ത പോലെയാണല്ലോ. ഇതിപ്പോ എന്റെ ആണെങ്കിൽ സ്പെഷ്യൽ കേസാ. പാവം അശോക് വളരെ നല്ലവനാ. പക്ഷെ ഞാൻ അവന് ചേരുന്ന പെണ്ണ് തന്നെയാണോ അമ്മേ? അവന് ഞാൻ എങ്ങനെയാ നോക്കണ്ടേ? എനിക്ക് ദേഷ്യം വന്നാ ഞാൻ അവനോട് എന്തെങ്കിലും പറഞ്ഞാലോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പ്രിയ, ഇത്രയും ദിവസം നിന്നോട് കല്യാണം കഴിക്കുന്ന് പറഞ്ഞു തന്നെ ഞാനാ. പക്ഷെ നാളെ നിന്റെ കല്യാണം എന്ന് പറയുമ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല പേടിയുണ്ട് മോളെ. കല്യാണം കഴിഞ്ഞ നീ എന്താകുമെന്ന് കരുതിയിട്ട് എനിക്ക്. അമ്മ കരഞ്ഞ് ഇനി എന്നെയും കൂടെ കരയിപ്പിക്കല്ലേ. കരഞ്ഞ കണ്ണു മുഴുവൻ വീർത്തിരിക്കും. പിന്നെ നാളെ മെഹന്തി ഫംഗ്ഷനോ ഹൽദി ഫംഗ്ഷനോ എന്നെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ആന്റി, നിങ്ങൾ വെറുതെ പേടിക്കണ്ട. നിങ്ങളുടെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും. അശോക് സാറ് വളരെ നല്ല വ്യക്തിയാ.
അദ്ദേഹം എനിക്ക് ശരിക്കും ഒരു ചേട്ടനെ പോലെയാ. ഇവര് രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാന്നറിഞ്ഞപ്പോ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പ്രിയ ശരിക്കും ലക്കിയാ. ഇവര് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കും. നീ പറഞ്ഞത് കേട്ടപ്പോ ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട് സീത. ഏതൊരു പെറ്റമ്മയ്ക്കും മക്കള് നല്ലയിടത്താണെങ്കിലേ സമാധാനം ഉണ്ടാവും. ഈ പറഞ്ഞത് നിനക്കും മനസ്സിലാവും. നീ ഒരു പെൺകുട്ടിയുടെ അമ്മയായിരിക്കും, പക്ഷെ പ്രായം കൊണ്ട് വളരെ ചെറിയവളാ. എന്നിട്ടും എന്റെ വിഷമം മനസ്സിലാവുമെന്ന് പറഞ്ഞല്ലോ. നിന്റെ വിഷമം എനിക്കും മനസ്സിലാവും, കാരണം ഞാനും ഒറ്റയ്ക്കായിരുന്നു. നീ നിന്റെ മകളോട് എത്ര സ്നേഹവും ശ്രദ്ധയും കാണിക്കുന്നുണ്ടോ അത്രയും സ്നേഹം നിനക്കും കിട്ടട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. നിനക്കും ഇതുപോലൊരു കല്യാണം നടക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്റെ മകളെ നീ ഒരു കരയ്ക്കെത്തിക്കും. പക്ഷെ നീയോ നടുക്കടലിൽ തന്നെയായിരിക്കും. മകള് വളർന്ന് വലിയ കുട്ടിയായി കല്യാണം കഴിച്ചങ്ങ് പോവും. പിന്നെ നിനക്കാരാ ഉള്ളത്? നിനക്കിപ്പോ കല്യാണത്തിന്റെ ഒരു ആലോചനയുണ്ടെങ്കിൽ അതിന് നീ പിന്മാറണ്ട. നല്ല തീരുമാനം എടുത്തേ. ശാന്തേ, റെഡിയായോ? ലേറ്റ് ആയിടി. ഞാൻ ദേ ഇറങ്ങി 1 മിനിറ്റ്. അല്ല, രാമന്റെ സീതയുടെയും കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിനക്കതിനെ കുറിച്ച് വല്ലതും അറിയോ? മുൻപ് ഞാൻ സിഹിയോട് രാമൻ നിന്റെ അച്ഛനാന്ന് പറഞ്ഞപ്പോ അത് അവക്കങ്ങ് തീരെ ഇഷ്ടായില്ല. അതുകൊണ്ടാ പിന്നെ ഒന്നും സംസാരിക്കണ്ടെന്നങ്ങ് കരുതിയത്. അയ്യോ, അവൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പുതിയതല്ലേ. അവൾ ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അത്രയും കാലം നമ്മൾ ആ കാര്യം സംസാരിക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നല്ലത്. മുത്തശ്ശ, നിങ്ങള് മുത്തശ്ശിക്ക് പൂജ കൂടി കൊടുക്കുവാണോ? നമ്മുടെ ഭാര്യയാകുമ്പോ പൂജ കൂടി കൊടുക്കേണ്ടി വരും, സാരിയുടെ ഞൊറിയൊക്കെ ശരിയാക്കേണ്ടി വരും, എല്ലാം ചെയ്യേണ്ടി വരും. നാളെ നിന്റെ അശോകങ്ങള് പ്രിയ ആന്റിക്ക് ഇതുപോലെ പൂജ കൂടി കൊടുക്കും. കണ്ടോ, നിന്റെ മുത്തശ്ശി കാണാൻ മുതുക്കിയാണെങ്കിലും ഈ തിളങ്ങുന്ന സാരി എടുക്കുന്ന കണ്ടോ, തലയിൽ മുല്ലപ്പൂ ചൂടിയേക്കണ കണ്ടോ. ആഹാ, ഓരോരോ ആഗ്രഹങ്ങള്. മുത്തശ്ശി മുതുക്കിയല്ല മുത്തശ്ശ, മുത്തശ്ശി എന്നെക്കാളും കുറച്ചും കൂടെ വലുതാ കേട്ടോ. കറക്റ്റ് ആയിട്ട് മോള് പറഞ്ഞു. ആ രാമ, എനിക്ക് മെഹന്തി ചടങ്ങിന് കാര്യമായിട്ട് പണിയുണ്ടാവില്ല. അതുകൊണ്ട് ഞാനതിനെ വരണില്ല. നീ ചെല്ല. നടക്കില്ല മുത്തശ്ശ. ഫസ്റ്റ് ഓഫ് ഓൾ മുത്തശ്ശനാണെ ഒട്ടും വയ്യ. ഈ കണ്ടീഷനിൽ മുത്തശ്ശനെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങും പോവില്ല. അതല്ല, ഞാൻ നാളെ കല്യാണത്തിന് ഇറങ്ങണോ വേണ്ടയോ? ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ. നീ ചെല്ലട. രാമ, ഞാനെന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. മെഹന്തി ഫംഗ്ഷനിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ അച്ഛനെ ഞാൻ നോക്കിക്കോളാം. സത്യ, നീ ബുദ്ധിമുട്ടുന്നത് എന്തിനാ? അച്ഛനെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇവിടെ നിന്നോളാം. അയ്യോ, നീ പോയില്ലേ എങ്ങനെയാ മോളെ? അല്ല മോളെ, നീയല്ലേ ഈ കല്യാണം നിന്ന് നടത്തി കൊടുക്കണ്ടേ? അശോകനെ ചുമ്മാ വിഷമിപ്പിക്കാനായിട്ട് നീ പോയേ പറ്റൂ. വീട്ടിലാരും ഇല്ലാന്ന് കരുതുന്ന എന്തിനാ? ജോലിക്കാരൊക്കെ ഇല്ലേ? നിങ്ങൾ പോയിക്കേ. അതേ മേമ, അശോകന്റെ കല്യാണത്തിന് മേമ ഉണ്ടായേ പറ്റൂ. സാധന മേമ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, മുത്തശ്ശന്റെ കൂടെ ഇന്നിവിടെ നിൽക്കാമോ? ഇത്രയും വലിയ ബാംഗ്ലൂരില് എന്റെ മകളുടെ അവസ്ഥ എന്താകുമെന്ന് പേടിക്കാനുള്ള അവസ്ഥ നീ എനിക്ക് തന്നിട്ടില്ല സീത. നിന്നെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയത് എന്റെ മകളുടെ പുണ്യോ. അമ്മേ, ഇന്ന്
നിങ്ങൾ എന്തിനു കരയുന്നേ? സന്തോഷത്തോടെ പറഞ്ഞയക്കാൻഡി. താങ്ക് യു സീത. താങ്ക് യു ഫോർ എവറിത്തിങ്. നീ എന്നെ ഇതുവരെ നോക്കിയ രീതി, എന്നോട് കാണിച്ച സ്നേഹം, ഇതിനെല്ലാം താങ്ക്സ് വളരെ ചെറിയ വേടായി പോവും. അത് പറഞ്ഞാ ഞാൻ നിന്നെ അപമാനിക്കുന്ന പോലെയായി പോവും. എന്നാലും പറയാ താങ്ക് യു. നിന്നെ പോലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആൻഡ് ഐ റിയലി ഹോപ്പ് യു സ്റ്റേ വിത്ത് മീ ഫോർ എവർ. നിങ്ങൾ എന്താ കരയാണോ? സന്തോഷം കൊണ്ട് കണ്ണീര് വന്നതാണല്ലേ? ഇനി എന്നെ പ്രിയാൻറ്റി പ്രിയാൻറ്റി എന്ന് വിളിച്ച ഞാൻ ശരിക്കും കരയും കേട്ടോ. ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴേക്കും ആന്റി എന്ന് ചേർത്ത് വിളി അങ്ങ് തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞാലും നീ എന്നെ പ്രിയെന്ന് തന്നെ വിളിച്ചാൽ മതി, കേട്ടല്ലോ? ഓക്കേ. എല്ലാരും റെഡിയാണോ? ഇറങ്ങിയാലോ? റെഡിയാ ചേച്ചി. എന്നാ നടക്ക്, നമുക്ക് ഇറങ്ങാം.